എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇവിടെ ഇപ്പോ ഉള്ളത് പ്രയാഗരാജ് തീർത്ഥരാജനായ പ്രയാഗയിലെ കുംഭമേള നഗരിയിലാണുള്ളത്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. ഗംഗ, യമുന, ഗുപ്ത നദിയായ സരസ്വതി, ഈ 3 പൗരാണിക പ്രസിദ്ധങ്ങളായ നദികളുടെ സംഗമഭൂമി. 2 മാസങ്ങൾ കൊണ്ട് ഏതാണ്ട് 45 കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുമെന്ന് ഔദ്യോഗിക കണക്കുകൂട്ടൽ വിദഗ്ധന്മാർ പ്രവചിക്കുകയും എന്നാൽ ഇതിനോടകം തന്നെ 45 കോടിയിലധികം ജനങ്ങൾ പങ്കെടുക്കുകയും ചെയ്ത ഒരു മഹാമകം. അങ്ങനെയുള്ള ഒരു വിശ്വാത്ഭുതത്തിൽ സാക്ഷികളാകുവാനും അതിൻ്റെ സാമ്പ്രദായികമായ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാനും കൂടി വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഗായത്രി ഗുരുകുലം യഥാർത്ഥത്തിൽ ഈ കുംഭമേളയിൽ, ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ കാരണം കേരളത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ എന്ന പദവി ഗ്രഹിച്ച ആനന്ദവനം ഭാരതി തൃപ്പാദങ്ങൾ സ്വാമികളുടെ ഒരു പ്രേരണ കൊണ്ടാണ്. ഗുരുകുലത്തിന്റെ ചിര അഭ്യുദയകാംക്ഷി കൂടിയായ ആനന്ദവനം ഭാരതി തൃപ്പാദങ്ങൾ ഈ മഹാകുംഭമേളയിൽ വെച്ച് ജുനാഖാഡയിലെ നാഗസന്യാസിയായിരുന്ന സ്വാമികൾ ഈ മഹാകുംഭമേളയിൽ വെച്ച് മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന മഹത്തായ ഒരു പദവിയെ ഗ്രഹിക്കുകയുണ്ടായി. കേരളത്തിൽ ആ കാര്യം എല്ലാവർക്കും അറിയാം. പത്രങ്ങളും മാധ്യമങ്ങളും അതെല്ലാം വളരെ വലിയ തോതിൽ തന്നെ വാർത്തകൾ കൊടുക്കുകയും ചർച്ചയാവുകയും എല്ലാം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവിടെ സ്വാമികളുടെ മഹാമണ്ഡലേശ്വർ തൃപ്പാദങ്ങളുടെ ഉത്സാഹത്തിന്റെ ഭാഗമായിട്ട് ഗായത്രി ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളും സാധകന്മാരുമായിട്ടുള്ളവർ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. കാളികാപീഠം എന്ന് പറയുന്ന ഈ പീഠത്തിൽ മഹാമണ്ഡലേശ്വരന്റെ ഗദ്ദിക്ക് കീഴെ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഇവിടെ വേദപാരായണാദികളും യജ്ഞാദികളുമെല്ലാം നടത്തി. സുകൃതഹോമം, ഗായത്രി യജ്ഞം, രുദ്രയജ്ഞം, വൈഷ്ണവ പ്രധാനങ്ങളായ യജ്ഞങ്ങൾ, വേദഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം നടത്തി. കഴിഞ്ഞ ദിവസം അഥവാ പൗർണമിയോടടുപ്പിച്ച് ത്രിവേണിയിൽ സ്നാനവും ചെയ്യുവാൻ സാധിച്ചു. സമ്പ്രദായത്തിൽ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട്, സങ്കല്പം എടുത്തുകൊണ്ടല്ല. മഹാ അത്ഭുതം എന്നാണോ വിശേഷിപ്പിക്കേണ്ടത്, അതിനപ്പുറത്ത് വല്ല പേരുണ്ടോ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇത്രയധികം ജനങ്ങൾ ഉൾക്കൊള്ളുന്ന, ആർക്കും വലിയ പരാതികളൊന്നും ഇല്ലാത്ത, ഭക്തന്മാർക്ക് പരാതിയില്ല. പരാതി ഉള്ളവരുണ്ടാവും, ഞാനില്ലാന്ന് ഞാൻ പറയില്ല. ത്രിവേണി എന്ന മഹാജ്ഞാനത്തിന്റെ മുന്നിൽ നതമസ്തകരാകുവാൻ വന്ന ആർക്കും ഒരു പരാതിയില്ല. അങ്ങനെ ഒരു പരാതിയും ആർക്കും ഇട കൊടുക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇവിടെ സംവിധാനങ്ങൾ അത്രയും. എന്നിട്ടും ചില അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മനുഷ്യന്മാരുടെ ഇടപെടലിനും അപ്പുറത്തുള്ള കാര്യങ്ങളായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയത്. അത് ഇത്രയും വ്യവസ്ഥ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത്. ഇത്രയും സംഖ്യയിലോ കോടിക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് ഇവിടെ അത്ര അതിന്റെ ഒരു വിഷമങ്ങൾ ആർക്കും തോന്നുന്നില്ല. തിരക്ക് തീർച്ചയായും ഉണ്ട്.
ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് 12-ാം സെക്ടറിലാണ്, ഓരോ സെക്ടറിലായിട്ടാണ്. ഇവിടുന്ന് 20-ാം സെക്ടർ വരെ പോകണം. അവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ കന്നുകാലികളൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഒരു പിക്കപ്പ് ലോറിയിൽ കയറിയിട്ടാണ് പോയത്. അത് കൂടെ വന്നവരൊക്കെ വലിയ വിദ്യാഭ്യാസവും വലിയ സ്ഥാനങ്ങളൊക്കെ ഉള്ളവരാണ്. ഏറ്റവും ഉത്സാഹത്തോടു കൂടി അവരാണ് ചാടിക്കയറുന്നത്. വലിയ വണ്ടികൾ കിട്ടാഞ്ഞിട്ടല്ല. ഈ ഒരു സുഖം മേളാ നഗരിയെ മുഴുവനും കണ്ടുകൊണ്ട് മഹാദേവന് ജയ് ഘോഷങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത യാത്രയാണ്. അതിന് നിമിത്ത കാരണമായ മഹാമണ്ഡലേശ്വർ ആനന്ദവനം തൃപ്പാദങ്ങൾ കാണാൻ ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ കുംഭമേള എന്താണെന്ന് ആദ്യമായിട്ട് മലയാളികൾ അറിഞ്ഞത് ഈ കുംഭമേളയ്ക്കാണ്. അല്ലാത്തവർ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാൻ പലപ്പോഴും ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ലക്ഷത്തിലധികം, ഏതാണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് 2 ലക്ഷത്തോളം മലയാളികൾ പങ്കെടുത്തു എന്നാണ്. അടുത്ത കുംഭമേളയ്ക്ക് അത് 20 ലക്ഷമാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ കുംഭമേളയെ കുറിച്ച് ഏതാനും ചില വാക്കുകളും ഗുരുകുലം കുംഭമേളയിൽ പങ്കെടുത്തതിനെ കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കണമെന്നാണ് അദ്ദേഹത്തോട് പ്രാർത്ഥന. പിക്കപ്പ് വാനിൽ കയറി ഇവിടെ നിന്ന് 8 കിലോമീറ്റർ പോയ കാര്യത്തെ കുറിച്ച് ആചാര്യം പറഞ്ഞു. അതിൽ വേറൊരു ഇത്, നമ്മൾ ഈ 8 കിലോമീറ്റർ പോകുമ്പോൾ 800 കിലോമീറ്ററും 8000 കിലോമീറ്ററും ഇതേ പിക്കപ്പ് വാനിൽ കയറി ഇങ്ങോട്ട് വരുന്നതാണ്. രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെയുള്ള ഗ്രാമങ്ങളില് ഇതുപോലുള്ള ചെറു വണ്ടികളിൽ 20 പേരും 30 പേരും ഒക്കെ കയറി ദിവസങ്ങൾ യാത്ര ചെയ്ത്, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഹൈവേയിൽ ദിവസങ്ങളോളമാണ് ബ്ലോക്കായി കിടക്കുന്നത്. ഹൈവേയിലൊക്കെ എടുക്കുന്ന ബ്ലോക്കിന്റെ നിരാന്ന് പറയുന്നത് തന്നെ 30-40 കിലോമീറ്റർ വാഹനങ്ങൾ കിടക്കും. ബ്ലോക്ക് ചെയ്യുന്നത് 200 കിലോമീറ്റർ 300 കിലോമീറ്റർ ഒക്കെ മുമ്പിൽ വെച്ചിട്ടാണ്. കാരണം ഇവിടെ തിരക്കനുസരിച്ച് ആ തിരക്ക് കുറയുന്ന സമയത്താണ് അവിടെ നിന്ന് അത് തുറന്നു വിടുന്നത്. ഇത്രയേറെ കാത്തിരിക്കാനും അതൊരു തപസ്സായി മാറിയിട്ടുമാണ് ഇവിടെ ആളുകൾ എത്തുന്നത്. ഈ എത്തുന്ന ആളുകളൊക്കെ തന്നെ വലിയ ഉന്നത നിലകളിലുള്ളവരും മറ്റൊരു അവസരത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. മിക്കവാറും ഇവിടെ എത്തി ഗംഗാതീരത്ത് കിടന്നുറങ്ങി സ്നാനം ചെയ്ത്, അല്ലെങ്കിൽ ദിവസങ്ങളോളം വഴിയിൽ കിടന്ന് ഇവിടെ എത്തുന്നതിന് താമസിച്ച് സ്നാനം ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ, ദൃഢതയുടെ, തപസ്സിന്റെ ഒക്കെ ഒരു വലിയ മേളനം കൂടിയാണ് കുംഭമേള. നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളെയും ആത്മീയത, ശാന്തി അങ്ങനെയൊക്കെ പൊതുവിൽ പറയും. കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് കൂടി ഇതൊരു ഹിന്ദു ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ വിരാട് രൂപമാണ്. ഭഗവാൻ കൃഷ്ണൻ ഗീതയിലെ വിശ്വരൂപം കാണിക്കും. അപ്പൊ അതില് സുന്ദരമായത്, സൗമ്യമായത്, മനോഹരമായത്, ശാന്തമായത് ഒന്നും മാത്രമല്ല, ഭീകരമായതുണ്ട്, ഭയാനകമായതുണ്ട്, ബീഭത്സമായതുണ്ട്. അപ്പൊ നമ്മളൊരു കാട്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പുൽനാമ്പ് തൊട്ട് മഹാവൃക്ഷങ്ങൾ വരെ, ചെറിയ പറവകള്, പക്ഷികള്, അതിനിടയിൽ പുലി, കടുവ, ആന, അങ്ങനെ എന്തൊക്കെ ഒരു ധർമ്മത്തിന്റെ ഭാഗമായിട്ടുണ്ടോ. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ധർമ്മം. ആ ധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ളതിന്റെ മുഴുവൻ ഒരു വിശ്വരൂപം, ഹിന്ദു ധർമ്മത്തിന്റെ വിരാട് രൂപം നമുക്ക് ഈ കുംഭമേളയിൽ കാണാം. എന്താണോ നമുക്ക് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അപ്പുറത്ത് ആരാണോ നിൽക്കുന്നത് അതിനനുയോജ്യമായത് ഇപ്പുറത്തുണ്ട്. അത് ധർമ്മത്തിന്റെ ശക്തിയുടെ ഒരു പ്രഭാവം, ഒരു പ്രകടനം കൂടിയാണ്. സാമാന്യമായിട്ട് ഇതാണ് ഹൈന്ദവതയുടെ കരുത്ത്. ഇവിടെ നിങ്ങൾക്ക് വളരെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുവന്ന് സ്നാനം ചെയ്യിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആംബുലൻസ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ആംബുലൻസിൽ 90 വയസ്സായിട്ടുള്ള ആള് വന്ന് സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് സ്നാനം ചെയ്തിട്ട് പോവാണ്. അതില് മകനും ഡോക്ടറും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ആ ഐസിയുലെ ബെഡിൽ കിടന്നിട്ടുള്ള വളരെ നിർബന്ധമാണ് ഇവിടെ സ്നാനം ചെയ്യാൻ. അതിനു വേണ്ടിയിട്ട് സ്നാനം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ അതുകൊണ്ട് മരണോ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം എന്തായാലും മരിക്കും, അതില് വേറെ ഇതൊന്നുമില്ല. അപ്പോ അത്രയും ആവശ്യമായിട്ടുള്ള ആളിൽ പോലും പ്രകടമാകുന്നത് കരുത്താണ്. അതായത് ഒരു ദീനതയോ, ഇപ്പൊ ഇത്ര ദൂരം നടന്ന് 30 കിലോമീറ്റർ എങ്കിലും നടന്നിട്ടാണ് ഇവിടെ വരുന്ന ഒരു 80% ആളുകളും വരുന്നത്. പലപ്പോഴും താമസിക്കുന്നത് ഈ കടുത്ത തണുപ്പില് ഗംഗാതീരത്തും അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തും ഒക്കെയാണ്. അതിന്റെ ക്ഷീണം പോലും ഇവിടെ വരുന്ന ആളുകളുടെ മുഖത്ത് പ്രകടമല്ല. എല്ലാവരുടെ ഭാവവും കരുത്തിന്റെയാണ്. ആ ധർമ്മത്തിന്റെ കരുത്ത് പ്രകടമാക്കുന്ന ഒരു വലിയ മേള.
അതാണ് കുംഭമേള എന്ന് പറയുന്ന ഒരു സംഗതി പ്രകടമായി ആളുകൾക്ക് കൊടുക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ സമാജത്തിന് കൊടുക്കുന്നതെന്നാണ് നമുക്ക് ഇവിടുത്തെ ഒരു അനുഭവം കൊണ്ട് തോന്നുന്നത്. ആന്തരികമായിട്ടാണെങ്കിൽ അമൃത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അമരത്വത്തെ അന്വേഷിക്കുന്നതിന്റെ ഒരു ആധ്യാത്മിക അവസരം കൂടിയായിട്ട് കുംഭമേള എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവിൽ ഒരു ഫെസ്റ്റിവൽ എന്നൊക്കെ രീതിയിലാണ് നമ്മുടെ അവിടെയൊക്കെ. ശരിക്കും അമൃത കുംഭവും ആ അമൃത് ഈ സരസിൽ മേളനം ചെയ്യുന്നതും ഈ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് കുംഭമേള എന്ന് പറയുന്ന ഒരു പദം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ അമൃത, ഉള്ളിലുള്ള അമൃത്, നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാവുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ പാലാഴി മഥനം നടത്തിയെടുക്കേണ്ട ആ അമൃതിനെ അനുഭവിക്കാൻ, നുകരാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു തപസ്സാണ് ആന്തരികമായിട്ട് കുംഭമേള എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കാണുന്നതൊക്കെ ഒരു മനുഷ്യന് ഭൂമിയിൽ എന്തൊക്കെ സാധ്യമാകും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഇത്രയും യാത്ര ചെയ്തു, ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും പതിഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ വൃത്തി. ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും കുളിച്ചു പോകുന്ന ഗംഗയുടെ അകത്തുള്ള വെള്ളം നമുക്ക് സ്നാനം ചെയ്യുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ കുടിക്കാം. ഇവിടെ ഇരിക്കുന്ന പലരും ശബരിമല പോയിട്ടുള്ള ആളുകളായിരിക്കും. ഇതിൽ നിന്ന് വളരെ കുറച്ച് പേര്, അതിനൊന്നും ശതമാനം പോലും പറയാനില്ല ഇവിടെ വരുന്ന ആളുകളുടെ. 10 100 പോലും. അതെ, ആ ഒരു സ്ഥലത്ത് അവിടെ എങ്ങനെ, അതായത് പമ്പ തൊട്ട് അങ്ങോട്ട് നമുക്ക് മൂക്ക് പുറത്താതെ നടക്കാൻ പറ്റുമോ? പമ്പയിലെ വെള്ളം കുടിക്കാൻ പോയിട്ട് അവിടെ കുളിക്കാൻ തോന്നും എന്നുള്ളതൊക്കെ നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. ഇവിടെ ഇത്രയും പേര് വരുന്ന സമയത്ത് ത്രിവേണി സംഗമത്തിൽ ഇന്ന് രാവിലെ സാറ്റലൈറ്റ് ഇമേജറിയുടെ കണക്ക് രാവിലെ 40 ലക്ഷം പേരാണ് അവിടെ സ്നാനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഈ 40 ലക്ഷം പേര് വരുമ്പോ പോലും അവിടെ ഒരഴുക്ക് ആ ത്രിവേണി സംഗമ തടത്തിലില്ല. ചെറിയൊരു കടലാസ് വീണ് കഴിഞ്ഞാൽ പോലും പുറത്തി മാറ്റാനുള്ള സംവിധാനമുണ്ട്. ആളുകൾക്ക് പൊതു ബാത്റൂമുകളായിട്ട്, ലാട്രിനുകളായിട്ട് ലക്ഷക്കണക്കിന് ബാത്റൂമുകൾ ഈ മേള നഗരിയുടെ മുഴുവൻ ഭാഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി 1000 കിലോമീറ്റർ 1100 കിലോമീറ്റർ ആണ് താൽക്കാലികമായിട്ടുള്ള റോഡുകൾ ഗംഗയുടെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മള് മായയാണ് സംസാരം എന്ന് പറയും. അതിനുള്ളൊരു പ്രകടമായിട്ടുള്ള ലക്ഷണം കൂടിയാ. ഈ റോഡ് മുമ്പിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടേക്കൊക്കെ വരുന്ന പല ആളുകളും ആ ലൊക്കേഷൻ ഇടാൻ പറയും. ഒരാളെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം കൈയോടുകൂടി ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഉടനെ അവിടെ നിന്നുള്ള മെയിൻ റോഡ് കാണിക്കും. അങ്ങനെ പ്രയാഗ്രാജ് നഗരം മുഴുവൻ ചുറ്റിയിട്ട് നിങ്ങൾ അവിടേക്ക് എത്താനുള്ള വഴിയും കാണിക്കും. ഒരു 10-30 കിലോമീറ്റർ നിങ്ങൾക്ക് ചുറ്റാം. അപ്പൊ അങ്ങനെ ഇതുണ്ടാക്കി നമ്മളൊരു ഒരു നഗരത്തിൽ കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നത് പോലുള്ള ശിബിരങ്ങൾ, 3 ലക്ഷം ശിബിരങ്ങളാണ് ഇതിനകത്ത് 2 മാസത്തേക്ക് വേണ്ടിയിട്ട് 1 മാസം കൊണ്ട് ഉണ്ടാവുന്നത്. അതില് 3 ലക്ഷം ശിബിരങ്ങളിലും ഇലക്ട്രിക് കണക്ഷൻ, വാട്ടർ കണക്ഷൻ, റേഷൻ, ഇവിടെ തന്നെ ഓരോ സെക്ടറുകളിലും പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, ഫയർ സ്റ്റേഷൻ, അങ്ങനെ എല്ലാ സംവിധാനം. ഇതെല്ലാം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ, അതായത് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഒരു 10-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഇവിടുന്ന് മാറിയിട്ടുണ്ടാവും. 1 മാസം കൂടി കഴിയുമ്പോഴേക്കും ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് പ്രളയത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്നത് പോലെ 2 നില പൊക്കത്തിലെങ്കിലും ഗംഗ നമ്മളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കൂടെ പോകും. അങ്ങനെ മായയാകുന്ന സംസാരം പ്രളയത്തിൽ ലയിക്കുന്നത് നമുക്ക് ഒരു ചെറിയ, നമ്മള് ഇതിന്റെയൊക്കെ ഒരു സിനിമയുടെയൊക്കെ ട്രെയിലർ കാണിക്കുന്നത് പോലെ നമുക്ക് ഈ കുംഭമേളയിൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന് എന്ത് സാധ്യമാവും. അപ്പൊ നമ്മള് ആചാര്യനുമായിട്ട് കുറച്ചു നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ മേള തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു മഹാമണ്ഡലേശ്വരമായിട്ട് നമ്മളൊരു 2 മാസം മുമ്പ് തൊട്ട് ഇവിടെ ഉണ്ട് ഇതിന്റെ ഓരോ ഒരുക്കങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ നമ്മളായിട്ട് സംസാരിച്ചു, ഇത് ലോകത്ത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇതെങ്ങനെ നമ്മൾ നടത്തും എന്ന് ആലോചിച്ചാൽ, അത് പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് നടക്കില്ല. കാരണം 45 കോടി, ഒരു ചെറിയ കാര്യം മാത്രം എടുത്താൽ 45 കോടി ആളുകൾ ഇവിടെ വരുന്നത്, 5 കോടി ആളുകൾ വരുന്നു എന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷെ 45 കോടി ഇപ്പോഴേ സ്നാനം ചെയ്ത് കഴിഞ്ഞു. ഇനിയും 2-3 ആഴ്ച മേള കിടക്കുന്നുണ്ട്, ശിവരാത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ കിടക്കും. അപ്പോ ഈ 45 കോടി ആളുകൾക്ക് ഭക്ഷണം എങ്ങനെ കൊടുക്കും എന്ന് ചിന്തിച്ച് അത് പ്ലാൻ ചെയ്യാൻ നിന്നാൽ മേള പിന്നെ ആരും നടത്തില്ല. കാരണം അതിന് കോടിക്കണക്കിന് ബഡ്ജറ്റ് വേണം. ഇത്രയും ആളുകൾ എവിടെ ഇരുന്ന് കഴിക്കുന്ന ആലോചിക്കണം, എന്ത് കഴിക്കുന്ന ആലോചിക്കണം, അത് ആരുണ്ടാക്കുന്ന ആലോചിക്കണം. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ലാന്ന് തീരുമാനമാകും.
എന്നാൽ അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും എത്രയോ ആശ്രമങ്ങളിൽ നിന്ന് അന്നദാനത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കും. അത് ചില പാലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവിടെ അടുത്തുള്ള ശിബിരങ്ങളിലെ ഏറ്റവും മുതിർന്ന സന്യാസിമാരിൽ ഒരാള് ആ റോഡിന്റെ നടുക്ക് നിൽക്കുന്നുണ്ടാവും. നമ്മൾ കണ്ടിരിക്കുന്നത് ഹോട്ടലിന്റെ മുമ്പിൽ ഹോട്ടലിൽ നിന്ന് എഴുതിയിട്ട് സിക്വേറ്റ് നിൽക്കുന്നതാണ്. അതുപോലെയല്ല, വളരെ സീനിയർ ആയിട്ടുള്ള അദ്ദേഹം നമ്മളെ നീണ്ട് നമസ്കരിച്ച് പറയും പ്രസാദം കഴിക്കാൻ വന്നാലും ഇങ്ങോട്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന താമസത്തിനുള്ള സൗകര്യങ്ങൾ പലരും ഒഴിഞ്ഞ സ്ഥലത്തും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ പായയോ ഷീറ്റോ ഒക്കെ വിരിച്ച് കിടക്കേണ്ടി വരും. പക്ഷെ ഈ 45 കോടി ആളുകൾക്ക് കൂടെ ഭക്ഷണമുണ്ട്. ഇത് പ്ലാൻ ചെയ്തുണ്ടാക്കുന്നതല്ല. അത് നേരത്തെ പറഞ്ഞ പ്രപഞ്ചധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ, ഹിന്ദു ധർമ്മത്തിന്റെ ഒരു വിരാട് രൂപം ആണ് മേള എന്ന് പറയുന്നത് പോലെ ആ പ്രപഞ്ചവും പ്രകൃതിയും ഒക്കെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന് നിമിത്ത കാരണമായിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ മേള നടന്നു പോകുന്നു. അതുപോലെ തന്നെ ആ മേളയിൽ ഒരു ചെറിയ അത്ഭുതമാണ് ഇത്തവണത്തെ കേരളത്തിന്റെ പങ്കാളിത്തം. കാരണം നമ്മൾ 2001 തൊട്ടുള്ള കുംഭമേളകളിലും നമ്മളുണ്ട്. ഇവിടെ നാസിക്, ഉജ്ജയിനി, ഹരിദ്വാർ എല്ലാ കുംഭമേളകളിലും ഉണ്ട്. ഏകദേശം ഒരു 10-12 കുംഭമേളകളായി നമ്മൾ എല്ലാ കുംഭമേളകളിലും പങ്കെടുക്കും. എല്ലാ കുംഭമേളകളിലും കേരളത്തിൽ നിന്ന് ഒരു ദിവസം ഒരു 10-20 പേര് വരും. അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു 500-1000 പേരാണ് മലയാളികൾ മാക്സിമം ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നത്. ഇത്തവണ അത് ചുരുങ്ങിയത് ഒരു 2 ലക്ഷമെങ്കിലും കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ ശിബിരത്തിൽ തന്നെ ദിവസവും 100 പേര് ചുരുങ്ങിയത് താമസിക്കുന്നുണ്ട്. 500ഓളം പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അതിലും കൂടുതൽ വരുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്രയേറെ ആളുകൾ, മലയാളികൾ തന്നെ വന്ന് പങ്കെടുക്കുന്ന ഒരു വലിയ ഇതായിട്ട് ഈ കുംഭമേള മാറി. ഇതുവരെ കേരളത്തിന്റെ ഒരു പ്രാതിനിധ്യം, ഇപ്പോൾ നമുക്ക് ഈ ശിബിരത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ആലോചിക്കുന്നതിൽ ഒരു വലിയ പ്രേരണയായിരുന്നത് കേരളത്തിലെ സംഘത്തിന്റെ ഒരു മുതിർന്ന സ്വയംസേവകനായിട്ടുള്ള KG വേണുഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹമാണ്. നമുക്ക് അഖാഡയിൽ നിന്ന് നമുക്ക് ചെറിയൊരു ടെന്റ് കിട്ടും, ഒരു 10-20 പേർക്കൊക്കെ കിടക്കാവും. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് ആളുകൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും കേരളത്തിൽ നിന്ന് ആരെങ്കിലും വന്നാന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി ഞാൻ കഴിഞ്ഞ കുംഭമേളയിൽ വന്നിരുന്നു, എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം കേരളം ഭാരതത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്നൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ അത് അങ്ങനെ പോരാ, കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ എന്നാൽ ശരി, അങ്ങനെ നമുക്കൊരു ശിബിരം പ്രത്യേകമായിട്ട് തന്നെ ശിബിരം എടുക്കാൻ ഉദ്ദേശിച്ചു തുടങ്ങി. അപ്പൊ അത് വലിയ രീതിയിൽ കേരളത്തിലെ ആളുകൾ ഏറ്റെടുത്തു. അങ്ങനെ കേരളത്തിന്റെ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഈ കുംഭമേളയിൽ അക്ഷരാർത്ഥത്തിൽ വന്നു. അപ്പൊ നമ്മൾ മാത്രമല്ല, വലിയ സേവ. ഇപ്പോൾ അമൃതാനന്ദമയമാണ് ഇവിടെ ഡൽഹിയിൽ നിന്നുള്ള ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഇവിടെ എല്ലാ സെക്ടറുകളിലും ഹോസ്പിറ്റൽ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സെക്ടർ 6 ഹോസ്പിറ്റൽ മഠത്തിൽ നിന്നാണ് ചെയ്യുന്നത്, എയിംസ് ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ തന്നെ ചില സുഖമില്ലാതെ വന്നിരുന്ന സമയത്തൊക്കെ മുഴുവൻ സംവിധാനങ്ങളുമായി പെട്ടെന്ന് തന്നെ ആംബുലൻസും ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും എല്ലാവരും ഓടി വരിക, അതിന്റെ ചികിത്സ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പിന്നെ ഉത്തരേന്ത്യയിൽ തന്നെ മലയാളികളുടെ ഒക്കെ നേതൃത്വത്തിൽ ചില ഹരിദ്വാർ ആശ്രമമുണ്ട്, അഭേദഗംഗാമയി ആശ്രമം, ഗുജറാത്തിലൊരു ആശ്രമമുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ശിബിരങ്ങള് ഇത്തവണ നല്ല രീതിയിൽ അവിടെയും മലയാളികൾ ധാരാളം വരുന്ന ആളുകൾക്ക്, മലയാളികൾക്ക് അവിടെയും ഒരു കേന്ദ്രമായി മാറി. പിന്നെ പല ഇപ്പോ എന്താ പറയാ, നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, മോഹൻജി ഫൗണ്ടേഷന്റെ ശിബിരം, ശ്രീ എമ്മിന്റെ ശിബിരം, അങ്ങനെയുള്ള രീതിയിൽ അവരൊക്കെ അന്നദാനം മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് കേരളത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ശിബിരത്തിൽ താമസവും ഭക്ഷണവും അത് പ്രാഥമികമായിട്ടുള്ളൊരു നീഡാണ്, അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ശിബിരത്തിൽ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ശിബിരത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആചാര്യനെ വിളിച്ച് സംസാരിച്ചിരുന്നു, ഇങ്ങനെ ഒരു ശിബിരമുണ്ട്. അപ്പൊ നമുക്ക് അതൊരു സ്ഥലമാണ്, എന്തെങ്കിലും തരത്തിൽ ഗായത്രി ഗുരുകുലത്തിന് സാധകർക്കൊക്കെ വരാനും ഇരിക്കാനും കുംഭമേളയിൽ പങ്കെടുക്കാനും ഉള്ള ഒരു ഇതാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞു. ഒരു 3 ദിവസം, അതായത് ഗുപ്ത നവരാത്രിയുടെ അവസാനം പൗർണമിയോട് ചേരുന്ന ദിവസം ഈ മണ്ണിന്, അതായത് ത്രിവേണിയായിട്ടുള്ള സംഗമഭൂമിയിൽ ത്രിപതിയായിട്ടുള്ള ഗായത്രി ചേരുന്നത് പോലെ ഗായത്രി യജ്ഞവും വേദഘോഷവും ഒക്കെയായി സാമ്പ്രദായികമായിട്ട് മലയാളികൾ സ്നാനം ചെയ്തുകൊണ്ട്, കേരളത്തിൽ നിന്ന് ശങ്കര ജന്മഭൂമിയിൽ നിന്ന് സ്നാനം ചെയ്തുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള ഒരു യജ്ഞഭാവം കൂടി ഇതിനെ കൂടി ചേർത്തുകൊണ്ട് അതിനെ ഒരു, ഇപ്പം മഹാപൗർണിമ എന്ന് പറയുന്നത് കുംഭമേളയുടെ ഒരു പൂർണ്ണത എന്ന് പറയുന്ന ഒരു ദിവസമാണ്. അപ്പൊ അന്ന് ഇതോടുകൂടി പൂർണ്ണമാകുന്നു എന്ന് പറയുന്ന ഒരു മനോഹാരിത കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ നമ്മളെല്ലാം ഒക്കെ ഒരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പൊട്ട് വയ്ക്കുമ്പോഴാണല്ലോ നമ്മളത് എല്ലാം ഭംഗിയാവുക എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ
അവർ ആധ്യാത്മിക യജ്ഞം കൂടി ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ചേർന്ന് അത് വളരെ മനോഹരമായി തീർന്നതിൽ വലിയ സന്തോഷവും ആചാര്യനോട്, അതായത് നമുക്കറിയാം അപ്പൊ ഇത്രയും പേരെ ഇവിടെ കൊണ്ടുവരുന്നത്, കാരണം നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിനുള്ള നമ്മുടെ ബുദ്ധിമുട്ട് അറിയുന്നത് പോലെ തന്നെ ഇത്രയും പേര് ഇവിടെ വരുന്നു, അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കി ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു എഫർട്ട് നമുക്കറിയാം. അപ്പൊ അതില് ആചാര്യനോടുള്ള നന്ദിയും നമ്മൾ അറിയിക്കുകയാണ്. ഈ ഒരു കാര്യം കൂടി യോജിപ്പിച്ച് ഇതിനെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഉള്ളൊരു സഹായത്തിന് അടുത്ത ഒരു കുംഭമേളകളിലൊക്കെ ഗായത്രി ഗുരുകുലത്തിന്റെ ഒരു പ്രവർത്തനം കൂടുതൽ വ്യാപകമായിട്ട് ഉത്തരഭാരതത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ച് അതൊരു വലിയ ഗായത്രി എന്ന് പറയുന്ന ഗായത്രി മാതാവിന്റെ ഒരു വലിയ ഗായത്രി മാതാവിനോടുള്ള ഒരു വലിയ സമർപ്പണമായിട്ട് ശങ്കര ജന്മഭൂമിയിൽ നിന്നുള്ളത് മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടി നന്ദി വയ്ക്കുകയാണ്. ഇവിടെ ഒരു കാര്യം, ഇപ്പോ എന്തുകൊണ്ടായിരിക്കാം ദക്ഷിണ ഭാരതത്തിൽ കുംഭമേള അത്രയൊന്നും പ്രശസ്തമല്ലാതിരിക്കാൻ? രണ്ട് കാരണങ്ങളാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ഒന്ന്, പഴയ കാലത്ത് യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത. രണ്ട്, കമ്മ്യൂണിക്കേഷന്റെ അപര്യാപ്തത. കാര്യങ്ങൾ അറിയാനും പിന്നെ ഇവിടെ വരാനും ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ ആയിരിക്കാം പഴയ കാലത്ത് ഈ ഒരു ഇത് കുറവ് തോന്നിയിരുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കുറച്ചുകൂടി പഴയ കാലത്ത് മലയാളികളായിട്ടുള്ള 3 മഹാമണ്ഡലേശ്വരന്മാരുണ്ടായിരുന്നു. അതായത് ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ആത്മാവ് കാശികാനന്ദഗിരിജിയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ മന്ത്രദീക്ഷ 2010 ഹരിദ്വാർ കുംഭമേളയിലാണ് ഞാൻ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത്. അതിനു മുമ്പ് രാമാനന്ദജി മഹാരാജ് ഋഷിയേശിൽ നിന്നുള്ള അദ്ദേഹം മണ്ഡലേശ്വരായിരുന്നു. ഗുജറാത്തിൽ നിന്നൊരു മഹാത്മാവ് മണ്ഡലേശ്വരായിരുന്നു. ഇവർ 3 പേരും ജന്മം കൊണ്ട് മലയാളികളാണ്. അവിടുത്തെ ആശ്രമങ്ങളിലൊക്കെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ വരലും അങ്ങനെ ഇവിടെയൊക്കെ ബന്ധം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഉജ്ജയിനി, കാശി, ഹരിദ്വാർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും വിമോചനാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന മഹാത്മാവ് അയ്യപ്പ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഉത്തരഭാരതത്തിൽ പല സ്ഥലത്ത് നമ്മൾ ഇപ്പോഴൊക്കെ ദൂരില്ലാത്ത സ്ഥലത്ത് ഇപ്പൊ നോർത്ത് ഇന്ത്യക്കാര് അവരുടെ ഭജനയും ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. കാരണം അന്ന് നിർമ്മിച്ചതാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് കുറച്ചു കൂടി കാലം മുമ്പ് ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് മലയാളികൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക, അവരുടേതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ പിന്നീടാണ് അത് തീർത്തും ഇല്ലാതായത്. അത് ചിലപ്പോ കേരളത്തിൽ ഒരു പ്രബുദ്ധതയുടെ ഒക്കെ കാറ്റുകൊണ്ടായിരിക്കാം. അതും ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ വരുന്ന ദ്രാവിഡ എന്ന് പറയുന്ന ഒരു അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ്, അപ്പൊ അതൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം പിന്നീട്, അതായത് പഴയ കാലത്ത് ഇതിപ്പോ ഇവരെല്ലാവരും മലയാളികളായിട്ടുള്ളവർ മഹാമണ്ഡലേശ്വരന്മാരായിരുന്നത് ഒരു 50 കൊല്ലത്തോളം മുക്കാണ്. അതിൽ ഏറ്റവും അവസാനം ശരീരം വിട്ടത് കാശികാനന്ദ സ്വാമിജിയാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ആശ്രമങ്ങളോ പരമ്പരകളോ ഇവിടെ നേരിട്ട് കുംഭമേളകളുടെയോ മറ്റുള്ള ഏതെങ്കിലും ആധ്യാത്മിക പ്രോഗ്രാമുകളുടെയോ ഭാഗമാവുകയോ ഇവിടെ ഇത്തരത്തിൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരാരും അഖാടകളൊക്കെ പോലെ വലിയ ധർമ്മ സമാജങ്ങളുമായിട്ട്, സന്യാസി സമാജങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും പുലർത്തിയിട്ടില്ല. എല്ലാവരും ഒരു ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് എന്തുകൊണ്ടൊക്കെയോ കേരളത്തിനെ സംബന്ധിച്ചും തമിഴ്നാടിനെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ ഒരു കുറവ് വന്നതെന്ന് തോന്നുന്നു. കേരളത്തില് ഇപ്പൊ കേരളത്തിന്റെ ഒരു സന്യാസി പാരമ്പര്യം ഇപ്പൊ കഴിഞ്ഞ ഒരു തലമുറയിൽ വരെ ഭാരത് മാത്രമല്ല ലോകം എല്ലായിടത്തും വേദാന്തം പഠിപ്പിച്ചുകൊണ്ട് നടന്ന സ്വാമി ചിന്മയാനന്ദർ, അദ്ദേഹത്തിന്റെ ഗുരു അല്ലെങ്കിൽ ഹിമവൽ വിഭൂതി എന്ന പേരുകൾ വിഖ്യാതനായിട്ടുള്ള പൂർവാശ്രമത്തിൽ കൊല്ലംകോട്ടുകാരനായ ചെപ്പുകുട്ടി നായർ എന്ന സ്വാമി തപോവനം, അങ്ങനെ എത്രയോ മഹാത്മാക്കൾ ഇപ്പോ തമിഴ്നാട് നിന്നല്ല ശിവാനന്ദ സ്വാമികൾ വന്നിട്ടുള്ളത്. പഴയ കേരളം, പഴയ കേരളം, അതെ പഴയ കേരളം. അപ്പോ വേദാന്ത പഠനത്തിനും വേദാന്ത പ്രകടനത്തിനും ആളുകൾ ഉണ്ടായിരിക്കെ ഈ അഖാഡകളെ കുറിച്ച് ദക്ഷിണ ഭാരതം തീർത്തും അജ്ഞരാവാൻ അതുപോലെ സങ്കട കാര്യമാണ്. എന്തുകൊണ്ട് ആയില്ല എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാന കാര്യം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇവരൊക്കെ ഉത്തരഭാരതത്തിൽ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ കേരളത്തിലേക്ക് ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഹിമാലയം അന്ന് ഭരിച്ചിരുന്ന തപോവന സ്വാമികളിൽ ഇപ്പൊ നമ്മള് സന്യാസിമാര് പറയാറില്ല, അന്ന് ഹിമാലയം ഭരിച്ചിരുന്ന രാജാക്കന്മാർ 3 പേരും മലയാളികളായിരുന്നു. വസിഷ്ഠ ഗുഹയിലെ പുരുഷോത്തമാന സ്വാമികള്, ശിവാനന്ദ സ്വാമികള്, കാരണം അദ്ദേഹം ഇന്ന് തമിഴ്നാട്ടിലാണെങ്കിലും കേരളം തന്നെയാണ്, തപോവന സ്വാമികള്, ഇവര് 3 പേരുമാണ് അന്ന് ഹിമാലയത്തിലെ രാജാക്കന്മാരായിരുന്നു.
അപ്പൊ അങ്ങനെ പിന്നെ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഇപ്പോ ഉത്തരാധികാരിയായിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആശ്രമം അവധൂതാശ്രമം കൊട്ടാരക്കര, അവിടെ സദാനന്ദ സ്വാമികൾ തമിഴ് സിദ്ധ അവധൂതനായിരുന്ന സദാനന്ദ സ്വാമികളാണ് ആശ്രമം സ്ഥാപിക്കുന്നതെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ആത്മാനന്ദ ഭാരതി സ്വാമികള് 100 വർഷം മുമ്പ് പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചിട്ടാണ്, അഖാഡയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചിട്ടാണ് സദാനന്ദ പരമ്പര, അതായത് അവധൂതാശ്രമത്തിലെ പരമ്പര സ്ഥാപിക്കുന്നത്. ആ പരമ്പരയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. അതിന്റെ 4ാം തലമുറയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ മഹാമണ്ഡലേശ്വരി വന്നിട്ടാണ്, അഖാഡയുടെ ഗോവിന്ദമഠത്തിലെ മഹാമണ്ഡലേശ്വരി വന്നിട്ടാണ് അവിടെ സദാനന്ദ സ്വാമിജികളുടെ സമാധി പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഒരു 100 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടും വരലുണ്ടായിരുന്നു, ഇവിടുന്ന് മഹാമണ്ഡലേശ്വരന്മാർ തന്നെ അങ്ങോട്ട് വരലുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം 50ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് മലയാളികളായിട്ടുള്ള മഹാമണ്ഡലേശ്വരന്മാർ വരുന്നത്. അതിനുശേഷമാണ് നമുക്ക് അത്തരം ഇതൊന്നും ആവശ്യമില്ല എന്ന് കണ്ട് നമ്മൾ സ്വയമേവ പ്രബുദ്ധരായതുകൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു. ഇത് വളരെ ബിസയറായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ 921 കലാപം ഉണ്ടായ സമയത്ത്, മാപ്പിള ലഹള ഉണ്ടായ സമയത്ത് മതം മാറിയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പഞ്ചാബിൽ നിന്ന് മഹാത്മാ ഹൻസരാജിന്റെ നേതൃത്വത്തിൽ കുറെ ആളുകളെ നിന്ന് പറഞ്ഞയച്ചു. ആര്യസമാജം എന്നാണ് ആ ഗ്രൂപ്പിനെ പറയുക. ആദ്യത്തെ ഒരു സ്വാമി ശ്രദ്ധാനന്ദൻ, അദ്ദേഹം ഒരു മതഭ്രാന്തന്റെ വെടിയേറ്റൊക്കെയാണല്ലോ മരിച്ചത്. അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ചില ആളുകൾ 10-70 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് വന്നൊരു അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിലെത്തിയാൽ നിങ്ങൾക്ക് അറിയാം ഇത് കേരളമാണെന്ന്. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം, കേരളത്തിന്റെ പ്രത്യേകത, സന്യാസിമാർക്ക് ആഹാരം കിട്ടില്ല. 2, സന്യാസിമാരെ ജാതി ചോദിക്കും. ഏതാ ജാതി? ഇത് കേരളത്തിൽ വെളിയിൽ എവിടെയും സന്യാസിക്ക് ജാതിയില്ല. കേരളത്തിൽ നായർ സന്യാസിയുണ്ട്, പിയ സന്യാസിയുണ്ട്, ആശാരി സന്യാസിയുണ്ട്, മൂശേരി സന്യാസിയുണ്ട്. അല്ല, ഇതും ഇപ്പോ ആദിശങ്കരാചാര്യർ ഇത്ര അധികം കാര്യങ്ങൾ ഭാരതത്തിൽ വേണ്ടി ചെയ്തിട്ടും ആദിശങ്കരാചാര്യർക്ക് പോലും കേരളം സ്ഥാനം കൊടുത്തു എന്നുള്ളത് ഇല്ല, തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ കാണണല്ലോ. അപ്പം ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ഉള്ളത് മധ്യപ്രദേശിലും കാശിയിലും ഒക്കെയാണ്. ശങ്കരാചാര്യ മാർഗ് എന്ന് പറയുന്നത് കുംഭമേള നഗരിയിലുണ്ട്, നിങ്ങൾക്ക് ഹരിദ്വാറിൽ കാണാം, കാശിയിൽ കാണാം. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ശങ്കരാചാര്യ റോഡ് ഒരു ഹൈവേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഗരത്തില് ഇനിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യാന്നാ തോന്നുന്നത്. അപ്പോ ശാസ്ത്രം പഠിപ്പിക്കുന്നവരുണ്ടെങ്കിലും മറ്റൊരു കാര്യം, അഖാഡ എന്ന പേര് ഇപ്പൊ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ അഖാഡ എന്നത് ഗുസ്തി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന അങ്ങനെയാണ്. ഇപ്പോ അക്ബറിന്റെ കാലത്ത് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഹിന്ദു സമാജത്തിനെതിരെ ഉണ്ടായ സമയത്ത് മധുസൂദന സരസ്വതി അഖാഡകൾ സ്ഥാപിച്ചു എന്നും ഗംഗയുടെ തീരത്തെല്ലാം കുസ്തി പഠിപ്പിച്ചു എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു പേരിൽ നിന്ന് അങ്ങനെ ഒരു താല്പര്യം കൂടി അഖാഡകൾക്ക് പിന്നിലുണ്ടോ? അതില് അഖാഡ എന്നുള്ളത് ശരിക്കും വാക്ക് അഖണ്ഡം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അഖാഡ എന്ന് പറയുന്ന പദം ഉണ്ടാകുന്നത്. പക്ഷെ അത് നമ്മളുടെ കേരളത്തിലെ കളരിക്ക് തുല്യമായിട്ടാണ് ഹിന്ദിയിൽ ശരിക്കും അത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഇപ്പൊ കളരി എന്ന് കേട്ടാൽ പൊതുവിൽ എല്ലാവരുടെ മനസ്സിലും വരിക അത് വാൾപ്പയറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു സാധനം എന്നുള്ളതാണ്. പഴയ കാലത്ത് എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും പേര് കളരി എന്നായിരുന്നു. ഓർമ്മയുള്ള ആളുകൾക്ക് അറിയാം, കൊടുങ്ങല്ലൂർ കളരി കേരളത്തിലെ ഏറ്റവും വലിയൊരു വിദ്യാകേന്ദ്രമായിരുന്നു, കൂടല്ലൂർ കളരി. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രാധ്യയനവും നടന്നിരുന്ന ഒരു സ്ഥലം കൊടുങ്ങല്ലൂർ കളരി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലുള്ള ഒരു വാക്കാണ് ഹിന്ദിയിൽ അഖാഡ. അപ്പൊ അതില് നമ്മളിപ്പോ കളരി ഉള്ളത് പോലെ, കൊടുങ്ങല്ലൂർ കളരി ഉണ്ടായിരുന്നത് പോലെ അപ്പുറത്ത് കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന കളരി ഉള്ളത് പോലെ ഇവിടെയും ഗുസ്തി അഖാഡകളുണ്ട്. പിന്നെ ഇതില് അഖാഡകളിൽ സന്യാസിമാര് ധർമ്മ സംരക്ഷണത്തിനും ധർമ്മ പ്രചരണത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ കർമ്മസന്യാസം എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് അഖാഡയിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യലും അഖാഡയിലെ സന്യാസിമാരുടെ ധർമ്മമാണ്. ഇപ്പൊ നമ്മള് ശങ്കരാചാര്യ സ്വാമികൾ ദീക്ഷ നൽകുന്ന സമയത്ത് ഉത്തരകാശിയിലേക്ക് മഹാപ്രസ്ഥാനത്തിന് മുമ്പ് ഉത്തരകാശിയിൽ വെച്ചിട്ട് അനാഥനായ ആ കുട്ടിക്ക് ദീക്ഷ കൊടുത്തുകൊണ്ടാണ് ആ അഖാഡകൾ ആരംഭിക്കുന്നതെന്നാണ്. അഖാഡകളുടെ തുടക്കം അങ്ങനെയാണെന്നാണ് നമ്മളുടെ ഒരു ഐതിഹ്യം. അപ്പൊ ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും കൊടുത്തു എന്നാണ്. ഭാല
നമ്മളൊരു കുന്തം പോലെ ഒരു വലിയ ദണ്ഡാണ്. അത് നമ്മുടെ ദേവതയുമാണ്, ആയുധവുമാണ്. വേണ്ടി വരുന്ന സമയത്ത് അത് ഉപയോഗിക്കുകയും അല്ലാത്ത സമയത്ത് മാലയിൽ ജപസാധനങ്ങളുമായിട്ട് കഴിയും. ഇന്ന് ഭാരതത്തില് തപസ് ചെയ്യുന്ന സന്യാസിമാര് ഒരു വലിയ ശതമാനം, അപൂർവമായിട്ട് മറ്റുള്ള പരമ്പരകളിൽ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ വലിയൊരു ശതമാനം ഉള്ളത് അഖാഡകളിലാണ്. നമ്മുടെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു 12 വർഷത്തോളം അഖാഡയിലെ ഏതെങ്കിലും ഒരു ബാബയുടെ കീഴിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന പലതരത്തിലുള്ള പരിശീലനങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അഖാഡയിലെ ദീക്ഷയിലേക്കൊക്കെ വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കാട്ടില്, മഞ്ഞിന്റെ കാലത്ത് ഹിമാലയത്തില്, മറ്റേ പഞ്ചാഗ്നിയില്, വേനൽക്കാലത്ത്, ഇങ്ങനെയൊക്കെയുള്ള സാധന അത് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അത് കൂടാതെ കണ്ട് തന്നെ 12 വർഷം 14 വർഷം കാട്ടിൽ തപസ് ചെയ്യുന്ന ആളുകളും ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ആളുകളും നർമ്മദേശ്വരനെ ഒരു കയ്യിലെടുത്ത് പിടിച്ച് ജീവിതകാലം മുഴുവൻ കൈ താഴ്ത്തില്ല എന്നുള്ള തപസ്സായിട്ടിരിക്കുന്നവര്, അങ്ങനെയൊക്കെ ഇപ്പോഴും നിരന്തരമായ തപസ്സാധനങ്ങളിൽ ഏർപ്പെടുന്ന സന്യാസിമാരെ ഏറ്റവും കൂടുതലുള്ളത് അഖാഡകളിലാണ്. അങ്ങ് പറഞ്ഞു ശങ്കരാചാര്യ സ്വാമികൾ അനാഥനായിട്ടുള്ളൊരു ഒരു വ്യക്തിക്ക്, ഒരു ബാലന് ദീക്ഷ കൊടുത്തു. ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളിൽ നോക്കിയാൽ അതിനൊരു സാധ്യതയുണ്ടോ? അത് ഞാനൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ന് നിലവിൽ ഉള്ള ശാങ്കര സാഹിത്യത്തിൽ ഒരു സംശയമില്ല, ശൂദ്രൻ വേദം കേൾക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്, തീർച്ചയായും എഴുതിയിട്ടുണ്ട്. ബ്രാഹ്മണൻ അല്ലാത്തൊരാൾക്ക് സന്യാസിക്കുവാൻ അർഹതയില്ല എന്നും എഴുതിയിട്ടുണ്ട്. അങ്ങനെ കൃതികളിൽ പറഞ്ഞിട്ടുള്ള ആദിശങ്കരൻ ഗോത്രം ഏതാണ്, വർണ്ണം ഏതാണെന്ന് അറിയാത്ത ഒരു അനാഥന് സന്യാസ ദീക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസനീയമാവും? 2 കാര്യമാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഇന്നത്തെ കാലത്താണ് എനിക്ക് തോന്നുന്നു ജാതിയും വർണ്ണവും തമ്മിൽ കൂട്ടിപ്പണഞ്ഞിരിക്കും. കാരണം ശാസ്ത്ര രീതിയാൽ നോക്കിയാൽ വർണ്ണവും ജാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമുക്ക് ബ്രാഹ്മണ വർണ്ണത്തിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു മഹാത്മാവ് എന്ന് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെ കാണിക്കേണ്ടി. അദ്ദേഹം വർണ്ണവും വിട്ട് സന്യാസത്തിലേക്കും അത്യാശ്രമത്തിലേക്കും ഒക്കെ സഞ്ചരിച്ച മഹാത്മാവാണ്. പക്ഷെ അതിനു മുമ്പ് ബ്രാഹ്മണ്യത്തിൽ ഉണ്ടായിരുന്ന നമുക്കിപ്പോ പെട്ടെന്ന് പറയാവുന്ന ഒരു ആള്, നമ്മൾ ഏറ്റവും അവസാനം ആരെന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ബ്രാഹ്മണ വർണ്ണത്തിന്റെ ധർമ്മമായി പറയുന്നത് ശാസ്ത്രാധ്യാപനവും അധ്യയനവും യജ്ഞഭാവേന കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യിപ്പിക്കലുമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ജാതിയിൽ ജനിച്ചു അദ്ദേഹം ഇപ്പൊ നമ്മൾ സംസാരിച്ചു തന്നെയാണ്. അപ്പൊ അതായത് ഒരു കടയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രാഹ്മണനാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ല, നിങ്ങൾ വൈശ്യനാണ്. ജാതിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ബ്രാഹ്മണനാവില്ല. നിങ്ങൾ ചെയ്യുന്നത് കച്ചവടമാണ്, കച്ചവടമാകുമ്പോൾ വൈശ്യനാണ്. ദേവതാ യജനം തന്നെ, അതായത് പൊതുവായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള ദേവതാ യജനം തന്നെ കർമ്മഫല ഭാഗഭോഗമുള്ളതാണ്. അത് വൈശ്യധർമ്മമാണ്. കാരണം ഒരു കാമ്യമായ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഏത് ദേവതാ യജനം ചെയ്യുന്നു. ഹോമം ആയിക്കോട്ടെ, പൂജ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പൊ അത് കാമ്യകർമ്മത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് മോശമെന്നല്ല, കാരണം എല്ലാ വ്യവസ്ഥയും വേണം, അത് ധർമ്മമാണ്. പക്ഷെ ആ ധർമ്മം വരുന്ന വർണ്ണം വൈശ്യമാണ്. അപ്പൊ അങ്ങനെ ജന്മം കൊണ്ടുണ്ടാകുന്ന ജാതിയും ഭരിക്കുന്നതായിട്ടുള്ള വർണ്ണവും തമ്മിൽ വളരെ പിൽക്കാലത്ത് അധികാരവും സമ്പത്തും തമ്മിലുള്ളൊരു ഇതുകൊണ്ടുള്ള ബന്ധപ്പെടുത്തലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പഴയകാല കൃതികളിലെ ആചാര്യന്മാര് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് വർണ്ണത്തെക്കുറിച്ചാണ്, ഇന്ന് കാണുന്ന ഒരു ജാതിയെ കുറിച്ചല്ല. രണ്ടാമത് യജ്ഞോപവീതവും ശിഖയും. യജ്ഞോപവീതവും ശിഖയും ലോകബന്ധത്തിന്റെ പ്രതീകമാണ്. ഈ യജ്ഞോപവീതവും ശിഖയും ഇല്ലാത്തത് സന്യാസിമാർക്ക് മാത്രമാണ്, ബാക്കി എല്ലാ വർണ്ണത്തിനും ഉണ്ട്. ഇപ്പൊ നമ്മളുടെ തന്നെ പഴയ കാലത്തെ കേരളത്തിലെ ഫോട്ടോകള്, നമ്മൾ ബ്ലാക്ക് ആൻഡ് ഫോട്ടോകളൊക്കെ ഇപ്പൊ ആർക്കൈവ്സിൽ കാണുമ്പോൾ ആശാരിയും മൂശാരിയും കൊല്ലനും എല്ലാവരും കുടുമയുണ്ട്, യജ്ഞോപവീതമുണ്ട്. അപ്പൊ അങ്ങനെ ഇടക്കാലത്ത് വന്നിരിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ അധികാരവും സമ്പത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളെ നമ്മൾ പഴയ കാലവുമായിട്ട് കൂട്ടിക്കലർത്തി ചിന്തിക്കുന്നതിൽ അപാകത ഉണ്ടാവുന്നത്. കാരണം ഇപ്പൊ ജാബാല സത്യകാമന് ഉപദേശം കൊടുത്ത ഉപനിഷത്തുണ്ട്. ഉപനിഷത്തുകൾക്ക് ദശോപനിഷത്തുകൾക്കും ഭാഷ രചിച്ച ആളാണല്ലോ ഭഗവത്പാദർ. അപ്പൊ പിന്നെ ശങ്കര ഭഗവത്പാദരുടെ കൃതികള്, അതായത് അദ്ദേഹത്തിന്റെ കൃതികളല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള കൃതികളൊക്കെ നമുക്ക് സ്വീകരിക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങള്, ഒരുപാട് യുക്തിബന്ധങ്ങളൊക്കെ ഉണ്ടാവും. ശങ്കര ദിഗ്വിജയം പോലുള്ള കൃതികൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കേരളോൽപ്പത്തി, ഇതൊക്കെ പല കാലത്തും പിൽക്കാലത്തുള്ള ആളുകൾ പല കൂട്ടിച്ചേർക്കലുകളും പല
വെട്ടിമാറ്റലുകളും ഒക്കെ ചേർത്തുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.